എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ സിനിമ ഭയങ്കര ട്വിസ്റ്റും ടേൺസൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൺ ലൈൻ പോലും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ഈ ഒരു സിനിമ അവസാനം വരെ കാണണം. കാരണം ക്ലൈമാക്സിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കണ്ണ് തള്ളിപ്പോകുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വലിയൊരു കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനി ഇവിടെ പൊളിഞ്ഞു പോയിരിക്കാൻ ഇതിന് കാരണം വേറെ ഒന്നല്ല, ഇത് നല്ല 1-ാം നമ്പർ ഫ്രോഡ് കമ്പനിയാണ്. എന്നാൽ ഈ ഒരു കമ്പനിയിൽ ധാരാളം ജനങ്ങളാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതും ഇഷ്ടം പോലെ ക്യാഷ്. അതുമായിട്ട് നമ്മുടെ ഓണർ ഇവിടെ മുങ്ങിയിരിക്കുകയാണ്. ഈ ക്യാഷ് എന്നൊക്കെ പറയുമ്പോൾ അത്ര ചില്ലറ എമൗണ്ട് ഒന്നും അല്ല കേട്ടാ. ഏകദേശം 2000 കോടിയാണ് ഈ ഓണർ തട്ടിയെടുത്തിട്ടുള്ളത്. ഈ ഓണറിന്റെ പേരാണ് ജോങ്. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ജനങ്ങളാണെങ്കിലോ പാവപ്പെട്ടവരാ. അവർക്ക് ഇനി ഒരൊറ്റ വഴി മാത്രം, ആത്മഹത്യ. കാരണം അത്രയും ക്യാഷ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം അവരെ മക്കളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനൊക്കെ അവർക്ക് പറ്റുള്ളൂ. അങ്ങനെ ധാരാളം ജനങ്ങളാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ നായകനെയാണ്. ഇവന്റെ പേരാണ് ജയ്സൺ. ഈ നായകൻ എന്നൊക്കെ പറയുമ്പോൾ പോലീസോ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്ന ഒരാളൊന്നും അല്ലാട്ടാ. ഇവൻ നല്ല 1-ാം നമ്പർ കള്ളനാ, നല്ല 1-ാം നമ്പർ തട്ടിപ്പുകാരൻ. ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? പാവം ഓടിക്കൊണ്ടിരിക്കാൻ. ഇവന്റെ പിന്നാലെയാണെങ്കിൽ 2 പേര് വരുന്നുണ്ട്. ഇതിന് കാരണം വേറെ ഒന്നല്ല, അവന്മാരിൽ നിന്ന് 2 വാച്ച് തട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ജയ്സൺ. ഇവനാണെങ്കിൽ ഒരു വിളഞ്ഞ വിത്ത. ഓടുന്നു, ഒളിച്ചിരിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, പുറത്തു വരുന്നു. പക്ഷേ പാവം പിന്നെ പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ഓടി ഓടി അവൻ അവൻ്റെ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ അതാ അവൻ്റെ അച്ഛനിരിക്കുന്നു. എന്നാൽ ഇവിടെ അച്ഛനാണെങ്കിൽ ഭയങ്കര കനത്ത വർക്കില്ല. കേട്ടാതൊന്നും ഇങ്ങനൊരു വലിയ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ. പക്ഷെ അല്ല, പുള്ളി അവിടെ ഇരുന്ന് നല്ല വൃത്തിക്ക് ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതും നാട്ടുകാരുടെ പൈസ കട്ടുകൊണ്ട് പോയ മറ്റേ ജോങ്ങിന് വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ ജയ്സൺ ചോദിക്കുകയാണ്, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ റിട്ടയർമെന്റ് ആയി എന്നൊക്കെ, പിന്നെയും പണി തുടങ്ങിയോ? ഇതിവൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, അച്ഛനിവിടെ വർക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിൽ നിന്ന് ആൾ ഔട്ടായിട്ടുണ്ട്. പക്ഷെ ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു ലാസ്റ്റ് വർക്ക് എന്ന രീതിയിലാണ് അച്ഛൻ ഇതിവിടെ ചെയ്യുന്നത്. അങ്ങനെ ജോങ്ങിന്റെ അടുത്തെത്തി പാസ്പോർട്ടും കൈമാറി. പക്ഷെ പിറ്റേ ദിവസം അച്ഛന്റെ ഡെഡ് ബോഡിയാണ് നമ്മുടെ ജയ്സൺ കണ്ടത്. അതും കെട്ടിത്തൂങ്ങിയ നിലയിൽ. എങ്ങനെയൊക്കെ നോക്കിയാലും ഇതൊരു സൂയിസൈഡ് ആണെന്നേ ആർക്കും തോന്നും. അത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ജയ്സൺ ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കാൻ. കാരണം അവന്റെ അച്ഛൻ ഒരിക്കലും ഇവിടെ സൂയിസൈഡ് ചെയ്യില്ല. അങ്ങനെ ഒരു ഹാപ്പി മാനാ. പിന്നെ എന്തായിരിക്കും അവന്റെ അച്ഛന് സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവന്റെ അച്ഛനെ കൊന്നിട്ടുണ്ടാവുക ജോങ് തന്നെയായിരിക്കും. പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ജയ്സൺ പ്രതികാരത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് അവിടെ ഒരു ന്യൂസ് വരുന്നത്. കൊറിയയിൽ നിന്നും ചൈനയിലേക്ക് നമ്മുടെ ജോങ് രക്ഷപ്പെട്ടിരിക്കുക. നമ്മളുടെ ഇന്റർപോളൊക്കെ തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ട് പോലും ഇവനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം 1 മാസം കഴിയുമ്പോൾ മറ്റൊരു ന്യൂസ് പുറത്തു വരുന്നത്. ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോവാൻ. അത് വേറൊന്നും ആയിരുന്നില്ല, നമ്മളുടെ ജോങ്ങിന്റെ മരണവാർത്തയായിരുന്നു. അവൻ മരിച്ചുപോയി എന്നതിന്റെ തെളിവും പോലീസുകാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും അവനെ ജീവനോടെ ഇപ്പോഴും കണ്ടിട്ടുണ്ട് പല സ്ഥലത്ത് നിന്ന്. സോ ജോങ് മരിച്ചോ ഇല്ലയോ, അതുപോലെ നമ്മളുടെ ജയ്സങ്ങിന് എന്ത് സംഭവിച്ചു, ഇതൊക്കെയാണ് നമുക്കിനി അറിയേണ്ടത്. അങ്ങനെ 8 വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു ജ്വല്ലറിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അലക്സ് എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. ഇവളിങ്ങനെ സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ അലക്സ് മറ്റൊരു മോഡൽ അവിടെ കാണുന്നത്. ഇത് കണ്ടപാട് ഇവളിത് എടുത്തു തരാൻ പറയുന്നുണ്ട്. നമ്മുടെ ഓണറാണെങ്കിലോ ഇത് എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ, ഈ ഓണർ തിരിഞ്ഞു നിന്ന ഒരു ഗ്യാപ്പിൽ ഇവൾ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാലയുണ്ടല്ലോ, അത് നൈസായിട്ട് അങ്ങ് ഊരുന്നു, ഇവളുടെ ബാഗിലോട്ട് ഇടുന്നു. അവിടെ ഒരു ഫേക്ക് മാല വെക്കുന്നു. സോ നമ്മളുടെ അലക്സ് അത് വാങ്ങാനല്ല, അത് പൊക്കാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അലക്സ് പ്രതീക്ഷിക്കാണ്ട് അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഈ ഓണർ ഇവളെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണർ മാത്രമല്ല, അവിടെ 2 ഇൻസ്പെക്ടേഴ്സും ഉണ്ട്. ഇവന്റെ പേരാണ് കിം, ഇവന്റെ പേരാണ് ലീ. ഇവര് 2 പേരും ചേർന്ന് അലക്സിനെ പൊക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തതാ. അത് നമ്മുടെ ഓണറിന്റെ സഹായത്തോടെ. അലക്സിനെ പിടിക്കുന്നു, വണ്ടിയിലിടുന്നു, ഇവരവിടുന്ന് പുറപ്പെടുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇവിടെ അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത്. ഇവര് 3 പേരും നല്ല പഠിച്ച കള്ളന്മാരാ, പോലീസുകാരൊന്നും അല്ല ഇവര്. അവിടെ ഒരു ഓസ്കാർ പെർഫോമൻസ് നടത്തിയിട്ട് അവർ ഓണറിന്റെ സഹായത്തോടെ ഈ ഒരു മാല അങ്ങ് മോഷ്ടിച്ചിരിക്കുകയാണ് ഇവര്. ഇത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെയാണ്. ഇവന്റെ പേരാണ് പാർക്ക്. ഇവനൊരു പ്രോസിക്യൂട്ടറാണ്. പിന്നെ പോരാത്തതിന് 8 വർഷമായിട്ട് നമ്മളുടെ ജോങ്ങിന്റെ കേസ് അന്വേഷിക്കുന്നത് ഇവനാണ്. അങ്ങനെ ഇവൻ പോകുന്നു, ഇവന്റെ മേലുദ്യോഗസ്ഥനെ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു. ഇതിന് കാരണം വേറെ ഒന്നല്ല, പാർക്കിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ഒരു ലിസ്റ്റിലുള്ള ആളുകൾ മൊത്തം നമ്മുടെ ജോങ്ങിന്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുള്ളവരാണ്. അവരൊക്കെ ചേർന്നാണ് ജോങ്ങിനെ ഇവിടുന്ന് നാട് കടത്തിയിട്ടുള്ളത്. സോ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ പല ഗവൺമെന്റ് ഓഫീസേഴ്സും നമ്മുടെ ജോങ്ങിന്റെ ആളുകളാണ്. അങ്ങനെ അന്ന് അറസ്റ്റിന് ശേഷം ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്.
ഇതിനിടയിലാണ് ഒരു ജേർണലിസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ജോങ് ശരിക്ക് ജീവനോടെ ഉണ്ടോ? പല റൂമേഴ്സും ജീവനോടെ ഉണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പക്ഷെ ഇതിനൊന്നും ഉത്തരം കൊടുക്കാണ്ട് നമ്മുടെ പാർക്ക് അവിടുന്ന് പോവാൻ ഇവൻ നേരെ പോകുന്നത് ഇവന്റെ മേലുദ്യോഗസ്ഥനെ കാണാനാ. അവിടെ വെച്ച് നമ്മുടെ ഓഫീസർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇന്ന് ആ ജേർണലിസ്റ്റ് നിന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ നീ മിണ്ടാണ്ട് നിന്നു. പക്ഷെ എന്നും അങ്ങനെ ആവണമെന്നില്ല, ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. പിന്നെ ഇന്ന് നീ അറസ്റ്റ് ചെയ്തത് ജസ്റ്റ് ഒരു ബലിയാടിനെ മാത്രമാണ്. ഇനിയുണ്ട് ആളുകൾ, അത് നിനക്കും അറിയാം എനിക്കും അറിയാം. പക്ഷെ അവരെയൊന്നും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവരെല്ലാം നമ്മുടെ ആളുകളാണ്. അതുകൊണ്ട് കാര്യങ്ങൾ സേഫ് ആക്കിയിട്ട് വേണം ഇവിടെ മുന്നോട്ട് നീങ്ങാൻ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പാർക്കിനാണെങ്കിൽ നൈസായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഈ മെയിൻ ഓഫീസേഴ്സ് വരുത്തി വെച്ചതിന്റെ എച്ചിലാണ് നമ്മുടെ പാർക്ക് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അതിനു വേണ്ടിയിട്ട് ഇവനാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മളുടെ പാർക്ക് ദേഷ്യമൊന്നും തീർക്കുന്നില്ല. അവൻ നല്ല കുട്ടിയായിട്ട് ക്ഷമയോടെ ഇങ്ങനെ ഇരിക്കുക. കാരണം ഇവന്റെ ആളായ സംഘ് എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങേര് വലിയ പൊളിറ്റീഷ്യനാണ്. പക്ഷെ അങ്ങേര് ഇപ്പൊ കൗൺസിലർ സ്ഥാനത്തോട്ട് മത്സരിക്കുന്നുണ്ട്. അങ്ങേരെങ്ങാനും കൗൺസിലർ സ്ഥാനത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവനക്ക് ഭയങ്കര ബെനിഫിറ്റാ. അതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് തൽക്കാലം. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ഓഫീസർ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. ആരാണ് ഈ ജോങ്ങിനെ കുറിച്ചിട്ടുള്ള റൂമേഴ്സ് ഇവിടെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്? കാങ് എന്ന് പറയുന്ന ഒരുത്തനാണ് ഇത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജാങ്ങിന്റെ ചെറിയൊരു മാനേജറാണ് ആള്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അവനെ ഞാൻ ഇപ്പോഴേ ട്രാക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അവനൊരു മണ്ടനാ, സുഖമായിട്ട് നമുക്ക് അവനെ പറ്റിക്കാം. അങ്ങനെ ഇതും പറഞ്ഞ് പാർക്ക് കാങ്ങിന്റെ പിന്നാലെ പോവാൻ. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾക്ക് വ്യക്തമാണ്. നമ്മളുടെ ജോങ്ങിനെ രക്ഷിച്ചിട്ടുള്ളതും അവനെ നാട് കടത്താൻ സഹായിച്ചിട്ടുള്ളതും പാർക്കിന് അറിയാവുന്ന ഓഫീസേഴ്സാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പാർക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മളുടെ പാർക്കിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം വലിയ വലിയ പ്രൊമോഷൻസാണ്. അങ്ങനെ കാങ്ങിന്റെ പിന്നാലെ പാർക്ക് ഇറങ്ങി തിരിച്ചു. പക്ഷെ അവനെ ട്രാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ 3 കള്ളന്മാരുടെ സഹായം വേണം. മറ്റേ പഠിച്ച കള്ളന്മാരുണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ട സ്വർണം കട്ട കള്ളന്മാര്, അവന്മാരുടെ സഹായം വേണം. അങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യുന്നു. അവരൊരു എതിരും പറയാണ്ടങ്ങ് സമ്മതിക്കുക. ഇതിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ പാർക്ക് ഒരു പ്രോസിക്യൂട്ടറാണ്. സോ ഇവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് ഇവർക്കും ഗുണമാണ്. ഭാവിയിൽ ഇവർക്കെതിരെ വരുന്ന കേസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും ഈ ഒരു പ്രോസിക്യൂട്ടർ വഴി. അങ്ങനെ ഇവന്മാർ നമ്മളുടെ കാങ്ങിനെ ട്രാക്ക് ചെയ്തു. പക്ഷെ കാങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. അന്ന് നമ്മുടെ ജോങ്ങിന്റെ ആ ഒരു കേസിൽ ഇവൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. അതും 3 വർഷം. ജോങ് രക്ഷപ്പെട്ടു, പക്ഷെ ഇവൻ കുടുങ്ങി മാനേജറായ കാരണം. അങ്ങനെ 3 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അവൻ കുറച്ച് തട്ടിപ്പുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിലൊന്നാണ് റിയൽ എസ്റ്റേറ്റ് സ്കാം. പിന്നെ പോരാത്തതിന് ഇതേ സ്കാം വഴി ചോയ് എന്ന് പറയുന്ന ഒരു പാവം വയസ്സനെ ഇവൻ പറ്റിച്ചെടുത്തിട്ടുണ്ട്. സോ അതിന്റെ പേരിലാണ് ഇപ്പൊ തൽക്കാലം അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യലൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ കാങ്ങിന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയാണ്. അവൻ പറ്റിക്കപ്പെട്ട കഥ. ഒരു ദിവസം ഒരു ഓപ്ഷൻ ഹൗസിൽ പോയപ്പോൾ അവിടെ അവൻ കണ്ടതാണ് ഈ ഒരു ചോയിനെ കണ്ടാലറിയാം അവനൊരു പണച്ചാക്കാണെന്നുള്ളത്. സോ അവനെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ കാങ് ഇറങ്ങി തിരിച്ചു. അങ്ങനെ അവന്റെ അടുത്തോട്ട് പോകുന്നു. കാങ് ഒരു റിയൽ എസ്റ്റേറ്റ് കാരനാണെന്നുള്ളത് അങ്ങ് പ്രൂവ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കണ്ടപാട് നമ്മുടെ ചോയ് അവൻ്റെ കയ്യിൽ നിന്നൊരു പ്രോപ്പർട്ടി വാങ്ങാനിരിക്കുകയാണ്. പക്ഷെ ഇതിനാണെങ്കിൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവനക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ബാങ്കിലത്തെ കടങ്ങൾ അടക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 200 മില്യൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മളുടെ ചോയ് ആ ഒരു 200 മില്യൺ ഇവനോട് ആവശ്യപ്പെടുക, അതിൻ്റെ ഇരട്ടിയായിട്ട് താൻ തിരിച്ചു തരാമെന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കാങ്ങിനാണെങ്കിൽ ഇതിനത്ര വിശ്വാസം പോരാ. വെറുതെ അങ്ങോട്ട് ഒരാൾക്ക് ഇതുവരെ കാണാത്ത ഒരാൾക്ക് 200 മില്യൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചോയ് എന്നാ ഓക്കെ, എനിക്ക് ഈ ഒരു ഡീലിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് എണീറ്റ് പോവാൻ. പിന്നെ അവനൊന്നും നോക്കിയില്ല, നമ്മുടെ കാങ് 200 മില്യൺ തരാന്നങ്ങ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ചോയുടെ അക്കൗണ്ടിലോട്ട് ഇവൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ഈ സമയം നമ്മളുടെ ചോയ് ഒന്ന് ബാത്റൂമിലോട്ട് പോയി വരാമെന്നും പറഞ്ഞ് അങ്ങ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇതേ സമയം നമ്മുടെ കാങ് ഇവന്റെ പിന്നാലെ പോവാൻ. കാരണം ഇവനക്ക് അത്ര വിശ്വാസം പോരാ. കാരണം അവന്റെ കയ്യിലിരിക്കുന്നത് ഇവന്റെ പൈസയാണ് 200 മില്യൺ. അതുകൊണ്ട് തന്നെ അത്ര വിശ്വാസം പോരാ, കൂടെ പോകുന്നുണ്ട്. നമ്മളുടെ കാങ് ആണെങ്കിൽ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ കുറെ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. ഇതുവരെ നമ്മുടെ ചോയ് പുറത്തോട്ട് വന്നിട്ടില്ല. സോ അവൻ പറ്റിച്ചു. ആ പൈസയുമായിട്ട് അവൻ മുങ്ങിക്കളഞ്ഞു. ഈ ഒരു കഥയാണ് ഇവൻ നമ്മുടെ പാർക്കിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർക്ക് പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറാസ് ഒക്കെ ചെക്ക് ചെയ്യാൻ. അതിനകത്താണ് ഈ ചോയില്ല. ബാത്റൂമിനകത്ത് കയറുന്നുണ്ട്, പക്ഷെ പുറത്ത് വരുന്നതില്ല. ഈ ബാത്റൂമിനകത്താണ് ഈ ഒരു വിൻഡോ പോലും ഇല്ല. പിന്നെ ഇയാൾ എങ്ങനെ പുറത്തിറങ്ങി? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു പയ്യൻ വലിയൊരു ബാത്റൂമിനകത്തോട്ട് പോകുന്ന വിഷ്വൽസ് ഇല്ല, എന്നാൽ ബാത്റൂമിൽ നിന്ന് പുറത്ത് വരുന്ന വിഷ്വൽസ് ഉണ്ട്. അകത്ത് കയറാണ്ട് ഇവനെങ്ങനെ പുറത്തിറങ്ങി? ഇതിലെന്തോ കള്ളത്തരുണ്ട്. സോ ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ മേക്കപ്പ് ഇട്ടിട്ട്, അതായത് ചോയുടെ മേക്കപ്പ് ഇട്ടിട്ട് പറ്റിച്ചുകൊണ്ടിരുന്നിരുന്നത് ഈ ഒരു പയ്യനാണ്. അങ്ങനെ ഇവർ ഈ ക്യാമറ സൂം ചെയ്ത് നോക്കുക, അത് നമ്മുടെ ജയ്സങ്ങ. ഈ ജയ്സങ്ങിനെ കണ്ടപാട് നമ്മുടെ കിമ്മ് പറയാണ്, ഇവനോ
ഇവൻ കാരണം ഞാൻ ഒരു വർഷം ജയിലിൽ കിടന്നത്. ഇവൻ ആള് ചില്ലറക്കാരനല്ല, ഞങ്ങളെപ്പോലുള്ള കള്ളന്മാരെ പറ്റിച്ച് ജീവിക്കുന്നവനാ ഇവൻ, ഒരു തട്ടിപ്പുകാരൻ. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കിങ്ങിന് തീർത്താ തീരാത്ത പകയുണ്ട് നമ്മുടെ ജയ്സങ്ങിനോട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് മറ്റൊരു ഫൂട്ടേജ് കിട്ടുന്നത്. ജയ്സങ് ഈ ഒരു ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഒരു കാറിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഒരു അഡ്രസ്സ് തപ്പിയെടുക്കുന്നുണ്ട്. നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ജയ്സങ് ഇല്ല. ജയ്സങ് അവൻ്റെ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ അവരൊന്നും നോക്കിയില്ല, പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. എന്നാൽ ജയ്സങ് ആണെങ്കിൽ ഒരു വിധത്തിലും വിട്ടുകൊടുക്കുന്നില്ല. അവൻ്റെ കാറിൽ ഇങ്ങനെ പറപ്പിച്ച് പൊക്കോണ്ടിരിക്കുക. പിന്നെ നമ്മുടെ പാർക്ക് ഒന്നും നോക്കിയില്ല, അവൻ്റെ കാർ ഇട്ട് മറ്റവൻ്റെ കാറിൽ പോയിട്ട് ഒരൊറ്റ ഇടി. അതുകൊണ്ട് തന്നെ നമ്മുടെ ജയ്സങ്ങിൻ്റെ ബോധം പോകുന്നു. അങ്ങനെ കുറേ സമയത്തിന് ശേഷമാണ് ഇവൻ കണ്ണ് തുറക്കുന്നത്. ഇവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ്റെ മുന്നിൽ നമ്മുടെ പാർക്ക് മാത്രമല്ല നമ്മുടെ കിമ്മുണ്ട്. കിമ്മ് വന്നപാടി ഇവനിട്ട് 2 എണ്ണം കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും പകയുണ്ട് നമ്മുടെ കിമ്മിന്. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ജയ്സങ് ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെയല്ല, എന്നെ ഇത്രയും നേരത്തെ പൊക്കുന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഇവൻ്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു അറസ്റ്റ് അവൻ മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണ്. അതിന് ഈ സമയം നമ്മുടെ പാർക്ക് ചോദിക്കുകയാണ്, നീ എന്തിനാ ആ കാങ്ങിനെ പറ്റിച്ചത്? അവൻ ജസ്റ്റ് ഒരു ചൂണ്ടയല്ലേ സാർ, പക്ഷെ അവനെ വെച്ച് ഞാൻ യഥാർത്ഥ മീനിനെ പുറത്തിറക്കും, ജോങ് എന്ന സ്രാവിനെ. നിനക്കൊല്ല ഭ്രാന്തുണ്ടോ? അങ്ങേര് മരിച്ചിട്ട് കാലം കുറയായി. അത് നിങ്ങളുടെ മുന്നിലല്ലേ? ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ ഈ 2 കണ്ണുകൊണ്ട്. എല്ലാവരും വിചാരിച്ചിരുന്നത് അവൻ ചൈനയിലാണെന്ന്. എന്നാൽ അവിടെ വെച്ച് അവൻ്റെ മരണം അവൻ സൃഷ്ടിച്ചെടുത്തു, ഒരു ഫേക്ക് ഡെത്ത്. ഞാൻ അവന് വേണ്ടി പോകാത്ത രാജ്യങ്ങളില്ല. അങ്ങനെ ഒരു ദിവസം അവൻ്റെ റൈറ്റ് ഹാൻഡായ ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ചു. അവൻ വഴി ജോങ് തായ്ലൻഡിലാണെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഫോളോ ചെയ്ത് ജോങ്ങിൻ്റെ വീട് ഞാൻ കണ്ടെത്തി. പക്ഷെ അവിടെ വെച്ച് അവരെന്നെ പിടികൂടി. അങ്ങനെ അവിടെ നിന്നും ഞാൻ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. പക്ഷെ പിന്നീട് എത്ര അന്വേഷിച്ചിട്ടും അവനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കാങ്ങിനെ കുറിച്ച് ഞാൻ അറിയുന്നതും അവനെ വെച്ച് ഞാൻ കളിക്കാൻ ആരംഭിച്ചതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ എൻ്റെ കയ്യിൽ കിട്ടിയ കൊന്നുകളയും ഞാൻ അവനെ. അത്രയുണ്ട് എൻ്റെ പക. ഇത് കേട്ടേക്ക് നമ്മളുടെ പാർക്ക് ഇവനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അങ്ങ് എടുക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ്റെ മരണം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ക്ലീനാണ്, റെക്കോർഡ്സ് ഫുൾ ക്ലീനാണ്. അങ്ങനെ അന്ന് നൈറ്റ് കൗൺസിലറായിട്ട് സ്ഥാനമേൽക്കാനിരിക്കുന്ന സംഘിൻ്റെ അടുത്തോട്ട് ഇവൻ പോകുന്നുണ്ട്. പക്ഷെ അവിടെ സംഘ് മാത്രമല്ല, വേറെ കുറെ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇവർ ജസ്റ്റ് പൊളിറ്റിക്സ് കളിച്ച് നടക്കുന്ന ആൾക്കാർ മാത്രമൊന്നുമല്ല. നമ്മുടെ ജോങ്ങിന്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുള്ളവരാണിത്. അതായത് നമ്മളുടെ പാർക്കിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിലുള്ളവരാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇവരെടുത്തോട്ട് വരുന്നു. ജോങ് ജീവനോടെയുള്ള കാര്യവും പറയുന്നു. ഇവർ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് അറിഞ്ഞതെന്നൊക്കെ. ഇത് കേട്ടപാട് ജയ്സങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവർ പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, ഈ വിറ്റ്നസിനെ അങ്ങ് കൊന്നുകളയാൻ. കാരണം നമ്മളുടെ ജോങ്ങിന് ഒരിക്കലും ഇവർക്ക് തൊടാൻ കഴിയില്ല. അങ്ങേര് വലിയൊരു ഗാങ്സ്റ്ററാണ്. അതുമാത്രമല്ല അങ്ങേര് കാരണം ഇവർക്ക് കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോങ്ങിനെ കൊല്ലാനാണ്. കാരണം ഇവർക്ക് മടുത്തു, ഈ ഒരു ലൈഫ് തന്നെ മടുത്തിട്ടുണ്ട്. ഏതോ കാലത്ത് തുടങ്ങിയതാ ഈ ഒരു ജോങ്ങിന്റെ പിന്നാലെ പോക്ക്. അതുമാത്രമല്ല ഇവന്മാരുണ്ടാക്കി വെച്ചതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവനാണ്, നമ്മളുടെ പാർക്കാണ്. സോ ഇവർ രണ്ടും കൽപ്പിച്ച് അന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇവൻ നേരെ നമ്മളുടെ ജയ്സങ്ങിന്റെ അടുത്തോട്ട് പോവാൻ. എന്നിട്ട് അവനോട് ചോദിക്കാണ്, എന്താടാ നിനക്കെത്ര പക ആ ജോങ്ങിനോട്? അപ്പോഴാണ് നമ്മുടെ ജയ്സങ് നടന്ന കാര്യങ്ങളെല്ലാം ഇവനോട് അങ്ങ് വ്യക്തമാക്കി കൊടുക്കുന്നത്. ഇത് കേട്ടേക്ക് നമ്മുടെ പാർക്കിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ റൂട്ടിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും ഒരേ ലക്ഷ്യം, ജോങ്ങിന്റെ മരണം. സോ ഇവർ രണ്ടുപേരും അങ്ങ് ഒന്നിക്കുക. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മുടെ ജയ്സങ് ഒന്നിക്കുന്നത്. അത് വേറൊന്നുമല്ല, ജോങ്ങിനെ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈകൊണ്ടായിരിക്കണം ജോങ് മരിക്കേണ്ടത്. അത് മാത്രമല്ല ഈ മിഷന്റെ ഫുൾ പ്ലാനിങ് അത് നമ്മുടെ ജയ്സങ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ഇത് കേട്ടേക്ക് ഇവനാണെങ്കിലോ അങ്ങ് സമ്മതിച്ചു കൊടുക്കുക. എന്നാൽ ഈ ഒരു തീരുമാനത്തോട് നമ്മുടെ കിമ്മിനും ടീമിനും അത്ര വലിയൊരു യോജിപ്പില്ല. ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അതിന് ഈ ടൈമിൽ പാർക്ക് പറയാണ്, കൂടെ നിൽക്കുന്നതും നിൽക്കാണ്ടിരിക്കലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിങ്ങളിവിടെ നിൽക്കാണ്ടിരുന്നാൽ നിങ്ങൾ ജീവിതകാലം ഓടിക്കൊണ്ടിരിക്കും. കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ്സ് മുഴുവൻ ഞാൻ ക്ലീനാക്കി തരും. ഇത് കേട്ടപാട് നമ്മുടെ കിമ്മും ടീംസ് ഇവരൊപ്പം നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജയ്സങ് പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാങ്ങപ്പുള്ളത് ജയിലിലാണ്, അതായത് പാർക്കിന്റെ കസ്റ്റഡിയിൽ. അവിടേക്ക് ജയ്സങ്ങും കിമ്മും കൂടി അങ്ങ് ഒരുമിച്ച് പോവാൻ ഒരു തല്ല് കേസ് ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ പോലീസുകാർ വരുന്നു. ഇവർ അറസ്റ്റ് ചെയ്യുന്നു. കാങ്ങിന്റെ തൊട്ടപ്പുറത്തെ സെല്ല് അങ്ങ് കൊണ്ടിടേ. പക്ഷെ ഇവന്മാരെ വർത്താനാണെങ്കിലോ വൻ സീനാണ്. നീ എന്നെ പറ്റിച്ചില്ലടാ, 1 ബില്യനാ നീ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്തത്. ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പാവം നമ്മുടെ കാങ്ങിന് ഇതൊന്നും അറിയത്തില്ല. ഈ ബില്യൺ എന്ന ഈ ഒരു കണക്ക് കേട്ടപ്പോൾ അവൻ അതിലങ്ങ് മലർന്നടിച്ച് വീഴുക. അത് നമ്മുടെ ടീംസിന് മനസ്സിലാവുകയും ചെയ്യുന്നു. പിന്നെ അവരൊന്നും നോക്കിയില്ല, അവനെ അങ്ങ് തുറന്നു വിടുക, കാങ്ങിനെ അങ്ങ് തുറന്നു വിടുക. ഒപ്പം നമ്മുടെ ജയ്സങ്ങിനെ തുറന്നു വിടുന്നുണ്ട്. അങ്ങനെ ജയ്സങ്ങിന്റെ പിന്നാലെ പിടിച്ചു പോവുകയാണ് നമ്മുടെ കാങ്.
അങ്ങനെ ജൈസങ് നേരെ പോകുന്നത് വലിയൊരു കസീനോയിലോട്ടാണ്. പക്ഷേ ഈ കസീനോ ഇവരുടേതല്ലാട്ടാ. ഇവർ ബോസായിട്ട് ഇങ്ങനെ കയറി അഭിനയിച്ചുകൊണ്ടിരിക്കുക, തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. കാരണം അവർക്കറിയാം കാങ് ഇതിൽ വീഴും, പൈസ എന്ന് കേട്ടാ അവൻ എന്തായാലും വീഴും. അങ്ങനെ ഇവർ പ്രതീക്ഷിച്ച പോലെ കാങ് വന്നു. അല്ല നിങ്ങളെ ഞാൻ എവിടെയോ നമ്മളൊരുമിച്ച് ജയിലിലുണ്ടായതല്ലേ. ഇങ്ങനെ ഓരോന്ന് തട്ടി വിട്ടുകൊണ്ടിരിക്കുക കാങ്. പക്ഷെ കാങ്ങിന് അറിയില്ലല്ലോ അവനെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇതേ സമയം നമ്മുടെ പിള്ളേർ വന്നിട്ട് കാങ്ങിന്റെ സ്ഥലത്ത് മൊത്തം ക്യാമറ വെക്കുന്നുണ്ട്. ഇതിന് കാരണം വേറൊന്നല്ല, കാങ്ങിന്റെ കണ്ണിൽ ജൈസങ് വലിയൊരു പണക്കാരനാണ്, അവനെ പറ്റിച്ച് കുറെ പൈസ കിട്ടും. ഈ പൈസയുടെ വിവരം ഇവൻ എന്തായാലും നമ്മുടെ ജോങ്ങിനെ അറിയിച്ചിരിക്കും. കാരണം പൈസ എന്ന് കേട്ട ആ ഒരു ഡീലില് നമ്മുടെ ജോങ് ഉണ്ടാവും. ഇവരുടെയൊക്കെ ബോസാണ് നമ്മുടെ ജോങ്. സോ ചുരുക്കി പറഞ്ഞ ജോങ്ങിന്റെ അടിമയായ കാങ് എന്തായാലും ജോങ്ങിനെ വിളിച്ചിരിക്കും, അത് ഉറപ്പാണ്. അങ്ങനെ ജൈസങ്ങും കാങ്ങും കൂടി ഒരു ബിസിനസ് ഡീല് വെക്കുന്നുണ്ട്, ഒരു കസിനോ ബിസിനസ്. സംഭവം കുറച്ച് ഇല്ലീഗലാണ്, പക്ഷെ ഇതിന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയ ഒരാൾ വേണം നമ്മുടെ ജൈസങ്ങിന്. ഏകദേശം 1 ബില്യൺ ആണ് ഇവനക്ക് ആവശ്യം. എന്നാൽ ഇത് ശരിക്കുള്ളൊരു ഡീലൊന്നുമല്ല. നമ്മുടെ ജൈസങ് നല്ല വൃത്തിക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം നമ്മുടെ കാങ്ങിനെ. കാങ് ആണെങ്കിൽ ഇതിലിങ്ങനെ വീണുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ കാങ് ഇതിന് ഓക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിലാണെങ്കിൽ ഇതിന് വേണ്ട ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയവരൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ് അവൻ. എന്നൊരാൾ പോലും ഇവിടെ ഫണ്ട് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം 1 ബില്യൺ ആണ് നമ്മുടെ ജൈസങ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്രയും വലിയ തുക ഒരാൾക്ക് മാത്രമേ എനിക്ക് നൽകാൻ കഴിയുള്ളൂ. അത് വേറെ ആരുമല്ല, നമ്മുടെ ജോങ്ങിനാണ്. സോ നമ്മുടെ കാങ് വേഗം തന്നെ ജോങ്ങിന് വിളിക്കുന്നുണ്ട്. സോ നമ്മളുടെ ഇര ചൂണ്ടയിൽ കൊളുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജോങ് പറയാണ്, ഡീലൊക്കെ ഓക്കെ, പക്ഷെ എനിക്കത്ര വിശ്വാസം പോരാ, അതുകൊണ്ട് ഞാനൊരാളെ വിടും, അവനുമായിട്ട് ഡീല് വെച്ചാൽ മതി, അങ്ങനെ പറഞ്ഞേക്ക്. സോ നമ്മുടെ പിള്ളേർ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജോങ് ഇതുവരെ രംഗത്തിറങ്ങിയിട്ടില്ല. ജോങ്ങിന്റെ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാൾ വരുന്നു, അയാളെ ഫോളോ ചെയ്യുന്നു, അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് അങ്ങ് എടുക്കുന്നു. അയാളുടെ പേരാണ് സാം. ഇന്നേ വരെ ഒരു ക്രിമിനൽ റെക്കോർഡും ഇയാളുടെ പേരിലില്ല. അതുമാത്രമല്ല ജോങ്ങും ഇയാളും തമ്മിൽ യാതൊരു കണക്ഷനുമില്ല. അങ്ങനെ നമ്മളുടെ സാം ജൈസങ്ങിനെ കാണാൻ എത്തിയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ജൈസങ് ആണെങ്കിലോ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക കസീനോ മുതലാളിയായിട്ട്. പക്ഷെ ഇവിടെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഡീലിന് അവർ നോ പറയാൻ. ഇതിന് കാരണം വേറെ ഒന്നല്ല, നല്ലൊരു എഗ്രിമെന്റ് ആണ് നമ്മുടെ ജൈസങ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതായത് കൂടുതൽ പൈസ അവർക്ക് കിട്ടുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കുന്നു, അവർ പിന്മാറുന്നു. ഞങ്ങൾക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് കേട്ടപാട് ജൈസങ് പറയാണ്, ശരി ഓക്കെ, നിങ്ങൾ ഈ ഡീൽ എടുക്കണ്ട. ഇതും പറഞ്ഞിട്ട് അവനങ്ങ് പുറത്തോട്ട് പോവാൻ. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ഇതിനും നല്ലൊരു അഗ്രിമെന്റ് ഇവർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് കൂടും. അത് മാത്രമല്ല ഈ ഒരു അഗ്രിമെന്റ് വായിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡീലിന് വന്നിട്ടുള്ളത്, ഈ ഒരു സാം ഈ ഒരു ഡീലിന് വന്നിട്ടുള്ളത്. പിന്നെ എന്ത് പറ്റി? അതിനൊരു ഒറ്റ ഉത്തരം മാത്രം, ജോങ് പറഞ്ഞിട്ട് ഇവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ സാം. പക്ഷെ അതൊക്കെ നമ്മളുടെ പാർക്കിനും ജൈസങ്ങിനും നല്ല രീതിക്ക് തന്നെ കത്തിയിട്ടുണ്ട്. സോ തൽക്കാലത്തിന് നമ്മുടെ ബിസിനസ് പ്ലാൻ ഇവിടെ ചീറ്റി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ. ഇത്ര നേരം ഗ്രൂപ്പായിട്ടാണ് കളിച്ചതെന്നുണ്ടെങ്കിൽ ഇനി ഒറ്റക്കൊറ്റയ്ക്കാണ് കളിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഊഴം നമ്മുടെ അലക്സിന്റെയാണ്. അലക്സ് പോകുന്നു, സാമിനെ അങ്ങ് കൂട്ടിയിടിക്കുന്നു. ആ ഒരു ഗ്യാപ്പിൽ നൈസായിട്ട് അവന്റെ പേഴ്സ് അങ്ങ് അടിച്ചു മാറ്റേ. എന്നാൽ ആ ഒരു പേഴ്സ് അവൾ എടുക്കുന്നില്ല, അത് അവിടെ തന്നെ ഇട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ സാം മൊത്തത്തിൽ തപ്പുമ്പോൾ പേഴ്സ് കാണാനില്ല. അപ്പോഴാണ് അവൻ ഓർക്കുന്നത് ബാത്റൂമിൽ വെച്ച് കൂട്ടിയിടിച്ച കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സ് എടുത്തിട്ടുണ്ടാവുക ഇവളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സുഖം പോകുന്നു, ഇവളോട് അങ്ങ് ചൂടാവുന്നു. ഇത് കണ്ടപാട് ഇവളാണെങ്കിലോ അങ്ങ് കരയാൻ തുടങ്ങാൻ, കരഞ്ഞവിടെ അലമ്പാക്കുന്നുണ്ട്. ഈ സമയത്താണ് അവിടുത്തെ ഒരു വെയിറ്റർ ഈ ഒരു പേഴ്സുമായിട്ട് അങ്ങ് വരുന്നത്. നിങ്ങളുടെ പേഴ്സ് താഴെ നിന്നും കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടേക്ക് നമ്മുടെ സാമിനാണെങ്കിലോ ആകെ ബേഡടിക്കേ. അവൻ വരുന്നു, അലക്സിനോട് കുറെ സോറി പറയുന്നു. കാരണം അലക്സിനെ കുറെ ചീത്ത വിളിച്ചതാണ് ഇവൻ. സോ ഇവരുടെ പ്ലാൻ ഇവിടെ ഏറ്റിട്ടുണ്ട്. അങ്ങനെ വലിയൊരു കരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഇവൾക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നുണ്ട് അവൻ. അങ്ങനെ ഇവർ കുടിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അലക്സ് ഇവിടെ കുടിക്കുന്നില്ല. ഇതിന് കാരണം വേറെ ഒന്നല്ല, അവളുടെ ഉള്ളിലോട്ട് ഒരു തുള്ളി ചെന്നാൽ മതി, അവൾ പിന്നെ ചിരി നിർത്തത്തില്ല. വൻ സീനാണ് കുടിച്ചു കഴിഞ്ഞാൽ. അവൻ ഒരു വിധത്തിൽ ഡ്രിങ്ക്സ് എടുക്കുന്നു, അത് അവിടെ തന്നെ ഒഴിച്ച് കളയുന്നു, എന്നിട്ട് കുടിക്കുന്ന പോലെ കാണിക്കുന്നു. ഈ ഒരു ഗ്യാപ്പിൽ അവൻ്റെ കീ കാർഡ് അടിച്ചു മാറ്റുന്നുണ്ട്, ഇത് ലീക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലീ സാമിൻ്റെ റൂമിൽ പോകുന്നു, അവിടെ ഫുള്ള് ക്യാമറാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. എന്നാൽ അവനക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് വേണം ഇതൊക്കെ സെറ്റാക്കി എടുക്കാൻ. എന്നാൽ ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ സാം കുടി അങ്ങ് നിർത്തുന്നത്. ഇവൻ കുടി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ പാളും. അവൻ വേഗം റൂമിൽ പോകും. ഇത് നടക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ അലക്സ് രണ്ടും കൽപ്പിച്ചൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര മോശമാണ്. ഇതും പറഞ്ഞിട്ട് അവളൊരു കുപ്പി അങ്ങ് എടുത്ത് കുടിക്കുന്നുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അറിയാലോ അവൾക്ക് ചിരി നിർത്താൻ പറ്റത്തില്ല. അവളൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ ബാത്റൂമിൽ പോകുന്നു. ലീക്ക് വിളിച്ചിട്ട് എത്ര സമയം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവള് കുടിച്ചു എന്നുള്ള ഈ ഒരു ന്യൂസ് കേട്ടേക്ക് നമ്മളുടെ ലീ പെട്ടെന്ന് തന്നെ ജോലി തീർക്കാൻ. കാരണം ഇവള് ചിരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവള് വരുന്നു, എങ്ങനെയൊക്കെയോ ചിരിക്കാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മളുടെ ജൈസങ്ങിനെയാണ്. ജൈസങ് ഇവിടെ അടുത്ത പ്ലാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് തായ്ലൻഡ്. ഇവൻ നേരെ തായ്ലൻഡിലോട്ട് പോകാൻ. കാരണം അവിടെയാണ് നമ്മളുടെ ജോങ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കാനാണ് ഇവൻ ഇരിക്കുന്നത്. ഇതേ സമയം തന്നെ അവൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഒരു ആർട്ടിക്കിൾ നാളെ ന്യൂസിൽ വരണം. ആ ഒരു ആർട്ടിക്കിൾ എന്താണെന്നും ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.
അങ്ങനെ ഈ സമയം നമ്മളുടെ കിം ആരും കേൾക്കാണ്ട് പാർക്കിനോടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളിത് എന്ത് ഭാവിച്ചാ? അവനെ വിശ്വസിക്കരുത്. ഇതിൻ്റെ ഒക്കെ അവസാനം അവൻ്റെ കയ്യിലൊരു ഹിഡൻ കാർഡ് ഉണ്ടാവും. അവൻ എല്ലാവരെയും പറ്റിക്കും. നമ്മുടെ ജയ്സങ്ങിനെ കുറിച്ചാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇത് കേട്ടേക്ക് പാർക്ക് പറയാണ്, എനിക്കാരെയും വിശ്വാസമല്ല കിം, പ്രത്യേകിച്ചൊരു തട്ടിപ്പുകാരനെ. അതുകൊണ്ട് നീ പേടിക്കണ്ട, അവന്റെ വലയിൽ ഞാൻ വീഴില്ല. അങ്ങനെ പിറ്റേ ദിവസം നമ്മളുടെ പാർക്ക് ജോലിക്ക് പോകുന്നുണ്ട്. ഈ സമയത്താണ് അവൻ അന്വേഷിച്ചിട്ട് ഒരു ജേർണലിസ്റ്റ് വരുന്നത്. ഈ ജേർണലിസ്റ്റ് വേറെ ആരുമല്ല, നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഒരു പത്രസമ്മേളനം കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവനോട് ചോദ്യങ്ങൾ ചോദിച്ച അതേ സെയിം ജേർണലിസ്റ്റ് തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവനക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്. ഇവൻ വന്നിട്ട് ജോങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവനൊരു കാര്യം അങ്ങ് തീരുമാനിക്കേ. ഇവൻ്റെ അസിസ്റ്റന്റിനോട് അവനെ ഫോളോ ചെയ്യാൻ പറയാൻ. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ അലക്സിനെയാണ്. ഇവൾക്ക് യാതൊരു ബോധമില്ലാണ്ട് സാമിൻ്റെ റൂമിൽ കിടന്നുറങ്ങിയിരിക്കേ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഇവള് മെല്ലെ പോകുന്നു, സാമിന്റെ ഫോൺ എടുക്കുന്നു, അതങ്ങ് ഹാക്ക് ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ ജയ്സങ് പാർക്കിനെ വിളിക്കുന്നത്. അങ്ങനെ കോൾ ട്രേസ് ചെയ്യുമ്പോൾ അത് തായ്ലൻഡിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സോ അവിടെ സംശയങ്ങളൊന്നുമില്ല, അവൻ തായ്ലൻഡിൽ തന്നെയാണ്. അങ്ങനെ അന്നനായിട്ട് നമ്മളുടെ അലക്സ് പിന്നെ വരുന്നുണ്ട് ഒരു കുപ്പിയായിട്ട്. പിന്നെ നമ്മുടെ സാമിന് നോ പറയാൻ പറ്റില്ലല്ലോ, ഇവരങ്ങ് കുടിക്കാൻ ആരംഭിക്കുക. ഈ ടൈമിലാണ് ഇവർ പറഞ്ഞു വെച്ച ഒരു ആർട്ടിക്കിൾ അങ്ങ് ന്യൂസിൽ കാണിക്കുന്നത്. ആർട്ടിക്കിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജോങ് ജീവനോടെയുണ്ട്, അവനെ ഒരു വിറ്റ്നസ് കണ്ടിട്ടുണ്ട്. ഇതും പറഞ്ഞിട്ട് ഈ ഒരു വിറ്റ്നസിനെ കാണിക്കുന്നുണ്ട്. വിറ്റ്നസ് വേറെ ആരുമില്ല, നമ്മുടെ കിമ്മാണ്. കിം തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക ന്യൂസിൽ പോയിട്ട്. ജോങ്ങിനെ കണ്ടു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഈ ഒരു ന്യൂസിൽ നമ്മളുടെ സാം നല്ല രീതിക്ക് തന്നെ വീണിട്ടുണ്ട്. അവൻ വേഗം പോകുന്നു, നമ്മുടെ ജോങ്ങിനെ അങ്ങ് വിളിക്കുന്നു. അങ്ങനെ അന്ന് ജോങ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവരെല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാൻ. കാരണം ജോങ് ഉള്ളത് തായ്ലൻഡിലോ ചൈനയിലോ ഒന്നുമല്ല, ഇവിടെ കൊറിയയിലുണ്ട്. അത് മാത്രമല്ല നമ്മളുടെ സാം അവനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, നമ്മളുടെ ടീമും പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ലൊക്കേഷനിലോട്ട് ആദ്യം എത്തുന്നത് നമ്മുടെ അലക്സ് ആണ്. അതായത് സാമിന്റെ പിന്നാലെ എത്തുന്നത് അലക്സ് ആണ്. അലക്സ് നോക്കുമ്പോൾ അതാ നമ്മുടെ ജോങ് നിൽക്കുന്നു. അവളാകെ ഞെട്ടിപ്പോവാൻ. അങ്ങനെ ഇവൾക്ക് പിന്നാലെ നമ്മളുടെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സും എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവരെത്തുമ്പോഴേക്കും അവരുടെ മീറ്റിങ്ങും കഴിയുന്നു, ജോങ് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. സോ നമ്മളുടെ ജോങ്ങിനെ പിടിക്കാനുള്ള നല്ലൊരു ചാൻസ് ആണ് ഇവർ മിസ് ചെയ്തത്. നമ്മുടെ പാർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. അങ്ങനെ ഇവർ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ലീ ഒരു കാര്യം പറയുന്നത്. ലീ അവിടെ വെച്ചിട്ട് ഇവൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളുടെ സാമിൻ്റെ ഫോൺ. അതുവഴി അവരുടെ കൂടിക്കാഴ്ചയുടെ ഒരു സംഭാഷണം ഇവൻ കറക്റ്റായിട്ട് ഇങ്ങ് എടുത്തിട്ടുണ്ട്. അതിൽ ജോങ് പറയുന്നത് ഇങ്ങനെയാണ്, വരുന്ന സൺഡേ നമ്മൾ ഒന്നുകൂടി മീറ്റ് ആക്കുന്നുണ്ട് ഈച്ചിയോൺ എന്ന സ്ഥലത്ത്, നീ അവിടെ എത്തണം. സോ ഇവിടെ ഒരു ചാൻസും കൂടി അങ്ങ് വീണ് കിട്ടിയിരിക്കേ. ഇത് കറക്റ്റായിട്ട് പ്രയോഗിച്ച നമ്മുടെ ജോങ്ങിനെ അങ്ങ് പിടികൂടാ. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മളുടെ ജയ്സങ് നുണയാണ് പറയുന്നതെന്നുള്ളത് നമ്മളുടെ പാർക്കിന് വ്യക്തമായിട്ടുണ്ട്. കാരണം വേറൊന്നല്ല, ഇവൻ പറഞ്ഞത് അവൻ തായ്ലൻഡിലാണെന്നാ, പക്ഷെ ജോങ് ഉള്ളത് ഇവിടെ കൊറിയയിലാണ്. സോ നമ്മളുടെ ജയ്സങ് ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കേ. ഇതേ സമയത്ത് തന്നെയാണ് ഇവന്റെ അസിസ്റ്റന്റ് ഇവനക്ക് ഫോൺ ചെയ്യുന്നത്, നമ്മുടെ പാർക്കിന്റെ അസിസ്റ്റന്റ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ആ ജേർണലിസ്റ്റും നിങ്ങളുടെ ജയ്സങ്ങും കൂടി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അയച്ചു തരാം. ഇതും പറഞ്ഞിട്ടൊരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇവൻ പറ്റിക്കുകയാണെന്നുള്ളത് ഇവർക്ക് അങ്ങ് വ്യക്തമാവുക. ഇതേ സമയം തന്നെ ഈ ഒരു ജേർണലിസ്റ്റിനെയും നമ്മുടെ ജയ്സങ്ങിനെയും കാണിക്കുന്നുണ്ട്. ജയ്സങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നിനെയും കുറിച്ചല്ല, മറ്റേ ബ്രൈബറി ലിസ്റ്റ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ്. അത് കിട്ടുമെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവൻ അവൻ്റെ അടുത്ത് ചെന്നിട്ടുള്ളത്, ഈ ജേർണലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ടുള്ളത്. എന്നാൽ ജേർണലിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ യഥാർത്ഥ ബ്രൈബറി ലിസ്റ്റ് ഉള്ളത് 2 പേരുടെ കയ്യിലാണ്. ഒന്ന് ആ ജോങ്ങിൻ്റെ കയ്യിൽ, അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ആ പാർക്കിൻ്റെ കയ്യിലാണ്. അങ്ങനെ അന്ന് രാത്രി ജയ്സങ്ങിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് പിന്നെ എടുക്കുന്നുണ്ട് നമ്മളുടെ പാർക്ക്. അതിൽ നിന്നും ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തിട്ടുള്ളതല്ല, കൊല്ലപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല ഇവൻക്ക് കിട്ടുന്നത്, ഇവൻ്റെ അച്ഛൻ ഈ ഒരു തട്ടിപ്പിൻ്റെ ഫീൽഡിൽ ആളുകൾ വിളിച്ചിരുന്നത് നൈറ്റ് ഫോഗ് എന്നാണ്. ഈ നൈറ്റ് ഫോഗ് എന്ന ഈ ഒരു പേര് കേട്ടേക്ക് അവൻക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ജോങ്ങിനെ നാട് കടത്താൻ വേണ്ടി പാസ്പോർട്ട് ഉണ്ടാക്കുന്ന ജോലി ഇവനെ ഏൽപ്പിച്ചത്, അച്ഛനെ ഏൽപ്പിച്ചത് വേറെ ആരുമല്ല, നമ്മളുടെ പാർക്കാണ്. അത് മാത്രമല്ല ഇത് പുറത്തറിയാണ്ടിരിക്കാൻ വേണ്ടി അച്ഛനെ കൊന്നു കളഞ്ഞതും ഇതേ പാർക്ക് തന്നെ. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ട്വിസ്റ്റ് നമുക്കങ്ങ് റിവീൽ ആവുന്നത്. ജയ്സങ്ങിന്റെ അച്ഛനെ കൊന്നത് നമ്മളുടെ പാർക്കാണ്. ഇത് ചെയ്തത് അവന്റെ മേലുദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ജയ്സങ്ങിനെ വിളിപ്പിക്കുന്നുണ്ട് നമ്മളുടെ പാർക്ക്. ശേഷം ജോങ്ങും സാമും നടത്താൻ പോകുന്ന ഒരു കൂടിക്കാഴ്ചനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് ഞായറാഴ്ചക്കാലത്തെ ആ ഒരു കൂടിക്കാഴ്ച. അങ്ങനെ അന്ന് രാത്രി പാർക്ക് കിമ്മിനെ വിളിപ്പിക്കുന്നു. ശേഷം അവനോടൊരു കാര്യം പറയാൻ, ആ ജയ്സങ് ജോങ്ങിനെ കൊല്ലുന്ന അതേ സമയം നീ ജയ്സങ്ങിനെ കൊന്നിരിക്കണം. ഇതും പറഞ്ഞ് അവൻ്റെ കയ്യിലൊരു ഗണ്ണ് കൊടുക്കുക. അങ്ങനെ സൺഡേ ആയി, ജോങ്ങും സാമും കൂടിയിട്ട് മീറ്റ് ചെയ്യാൻ പോവുക. അവിടേക്ക് നമ്മളുടെ ടീംസും വരുന്നുണ്ട്. നമ്മളുടെ ജയ്സങ്ങാണി അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഗണ്ണെടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഡോറ് തുറന്നാ അപ്പം തന്നെ നമ്മളുടെ ജോങ്ങിനെ കൊല്ലാൻ സാധിക്കും. പക്ഷെ ഇതേ സമയം തന്നെ നമ്മളുടെ കിമ്മും ഗണ്ണെടുക്കുന്നുണ്ട്. കാരണം അവനെ കൊല്ലുന്ന സമയം നമ്മളുടെ ജയ്സങ്ങിനെ കൊല്ലണം, അതാണ് കിമ്മിനുള്ള ദൗത്യം.
എന്നാ ഇവിടെ വെച്ചിട്ടാണ് ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മളുടെ ജോങ്ങിന് മറ്റേ കസീനോ ഡീൽ ഉണ്ടല്ലോ, അതിൽ താല്പര്യമുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ റെഡി ആയിട്ടിരിക്കാൻ. ഇത് കേട്ടപാട് നമ്മളുടെ പാർക്ക് ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, മിഷൻ അബോട്ട് ചെയ്യാൻ. എന്നാൽ നമ്മളുടെ ജൈസങ് ഇതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. അവനക്ക് എങ്ങനെയും ഈ ഒരു ജോങ്ങിനെ കൊല്ലണം. സോ അവൻ ഗണ്ണെടുക്കുന്നു. ഇതേ സമയത്താണ് നമ്മളുടെ പാർക്ക് കിമ്മിനെ അങ്ങ് വിളിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, കിമ്മ് ഗണ്ണെടുക്കുന്നു, ഇവന്റെ തലക്കടിക്കുന്നു, ഇവന്റെ ബോധവും കളയുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, ഇവനക്ക് ബോധം വന്നിട്ടുണ്ട്. ഇവൻ നമ്മളുടെ പാർക്കിനെ കണ്ടപാട് പാർക്കിനോട് പോയിട്ട് അങ്ങ് ചൂടാവേ. എന്നിവിടെ പാർക്ക് പറയുന്നത് മറ്റൊരു പ്ലാനാ. നീ കേട്ടില്ലേ, അവനക്ക് താല്പര്യമുണ്ട് നമ്മളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ ആ ഒരു പൈസ നമുക്ക് അടിച്ചെടുക്കണം, എന്നിട്ട് അവനെ കൊല്ല. എന്നാൽ ഈ ഒരു പ്ലാനിൽ നമ്മളുടെ ജൈസങ്ങിനാണെങ്കിൽ വലിയൊരു താല്പര്യമൊന്നുമില്ല. ഈ സമയത്താണ് നമ്മളുടെ പാർക്ക് ഒരു കാര്യം പറയുന്നത്. ജൈസങ്, നിനക്ക് വേണ്ടത് ആ ഒരു ബ്രൈബറി ലിസ്റ്റ് അല്ലേ? നീ ആ ജേർണലിസ്റ്റിനെ കണ്ട കാര്യം ഞാൻ അറിഞ്ഞു. അത് നിനക്ക് ഞാൻ തരാം, ഒരു ലിസ്റ്റ് മൊത്തം. പകരം നീ എൻ്റെ കൂടെ നിൽക്കണം. ഇത് കേട്ടപാട് നമ്മളുടെ ജൈസങ് പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങ് സമ്മതിക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ബ്രൈബറി ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കുറെ നേരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മളുടെ സാം ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി ജൈസങ്ങിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ജോങ്ങിന്റെ കയ്യിൽ നിറയെ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇത് ഇവർക്ക് കൊടുക്കും, പകരം ഇവരവർക്ക് പൈസയും കൊടുക്കും. ഇതാണ് ഇവരുടെ ഒരു ഡീല്. അതായത് മറ്റേ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒന്നും അല്ല ഇവന്മാർ കൊടുക്കുന്നത്. ഏകദേശം 300 ബില്യൺ കണക്ക് വരും. അതായത് ഇവിടുത്തെ 2000 കോടി. ആ ഒരു കോടിക്കണക്ക് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. 8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു സ്കാം. ആ ഒരു സ്കാമിന്റെ പൈസയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഡീൽ ഉറപ്പിച്ചു. നമ്മളുടെ ജൈസങ് നേരെ പോകുന്നത് പാർക്കിനെ കാണാനാ. ശേഷം 50-50 വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പാർക്കാണ് ഇത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പകരം ഒരു 30% എടുത്തോന്നാണ് അവൻ പറയുന്നത്, കൂടെ മറ്റേ ബ്രൈബറി ലിസ്റ്റും. ഇത് കേട്ടപാട് ജൈസങ് പറയാണ്, ഓക്കെ, ആ ഒരു 30% ഇവർക്ക് 3 പേർക്കും നിങ്ങൾ വീതിച്ചു കൊടുത്തേക്ക്. സംഭവം വേറെ ഒന്നല്ല, ഇവരുടെ കൂടെ നിൽക്കുന്ന 3 കള്ളന്മാരുണ്ടല്ലോ, അതായത് ലീ, കിം, അലക്സ്, ഇവർക്ക് ഒരു 30% കൊടുക്കാനാണ് ഇവൻ പറയുന്നത്. അവനക്ക് വേണ്ടത് ആ ഒരു ബ്രൈബറി ലിസ്റ്റ് മാത്രമാണ്. ഇത് കേട്ടപാട് നമ്മുടെ കള്ളന്മാരാണെങ്കിലോ ആകെ ഹാപ്പി ആയിട്ട് നിൽക്കുക. അങ്ങനെ ജൈസങ്ങിന്റെ കയ്യിൽ ലിസ്റ്റ് കിട്ടി. പക്ഷെ ഒരു ലിസ്റ്റിനകത്ത് മുഴുവൻ പേരുകളും ഇല്ല. അത് മുഴുവനായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് മൊത്തത്തിൽ കഴിയട്ടെ എന്നാണ് നമ്മുടെ പാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജൈസങ് ഇതിന് സമ്മതിക്കുന്നുണ്ടിട്ടാ. അങ്ങനെ ഒരു ലിസ്റ്റ് കൈക്കലാക്കുന്നു. ഇവൻ അതങ്ങെടുത്ത് മീഡിയക്ക് റിലീസ് ചെയ്യുന്നു. അതും നമ്മുടെ പാർക്ക് പോലും പ്രതീക്ഷിക്കാണ്ട്. പാർക്ക് ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഈ ലിസ്റ്റിലുള്ള എല്ലാവന്മാരും പേടിച്ച് വരണ്ടില്ലാണ്ടായിട്ടുണ്ട്. ഇവന്മാർ ആദ്യം തന്നെ വിളിക്കുന്നത് നമ്മുടെ പാർക്കിനാണ്. നീ ഇത് എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ഒരു ലിസ്റ്റ് റിലീസ് ചെയ്യരുത്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാർക്കിനിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പക്ഷെ ഇത് മാത്രമല്ല അവിടെ നടക്കുന്ന പ്രശ്നം. ഇതിനെ തുടർന്ന് നമ്മളുടെ സാം അവിടുന്ന് നാട് വിട്ടിരിക്കുകയാണ്. അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളുടെ പാർക്ക് ഒന്നും നോക്കിയില്ല, ജൈസങ്ങിന്റെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കാൻ. നിന്റെ ഒടുക്കത്തൊരു മീഡിയ, അത് കാരണം ഇതൊക്കെ അങ്ങനെ നടന്നെന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് നമ്മളുടെ ജൈസങ്ങിന്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. വിളിക്കുന്നത് നമ്മളുടെ സാമാണ്. ഇത് കണ്ടപാട് പാർക്ക് അവന്റെ കഴുത്തിൽ നിന്നും കയ്യങ്ങെടുക്കുക. അത് മാത്രമല്ല, ജൈസങ് ഇവിടെ ഫോൺ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സാം പറയാണ്, ഒരു ബിസിനസ് ഡീലിനെ സംബന്ധിച്ച് അർജന്റായിട്ട് എനിക്ക് പുറത്തോട്ട് പോകേണ്ടി വന്നു, മറ്റൊരു രാജ്യത്തോട്ട്. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഒരു 30 മില്യൺ ക്യാഷ് എൻ്റെ ആളെടുത്ത് കൊടുത്താൽ മതി. നിങ്ങൾ അവിടെ വെച്ച് ബാക്കിയുള്ള ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞങ്ങൾ തരുന്നതായിരിക്കും. സോ ഇവർ ജസ്റ്റ് ഒരു 30 മില്യൺ കൊടുത്താൽ മതി. ഇവരുടെ കയ്യിലോട്ട് വരാൻ പോകുന്നത് 300 ബില്യനാണ്. അതായത് അവിടെ ഇരുന്ന് സാമും ജോങ്ങും വിചാരിക്കും ഇനി ഇവർ പൈസ കൊടുക്കും എന്നൊക്കെ. പക്ഷെ ഇവർ കൊടുക്കത്തില്ല. ഇവർ ഒരു ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി മാറ്റിക്കും. അത് വെച്ച് ഒരു 300 ബില്യൺ ഇവർ കൈക്കലാക്കും. ഇതാണ് ഇവരുടെ പ്ലാൻ. ഇനി ഇവർക്ക് വേണ്ടത് ഈ ഒരു 30 ബില്യൺ ക്യാഷാണ്. അത് നമ്മളുടെ പാർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും മറ്റേ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നുമാണ് ഈ ഒരു ക്യാഷ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവരാണെങ്കിലും ആദ്യം കൊടുക്കുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളുടെ പാർക്ക് ഇതുവരെ ഇല്ലാത്തൊരു ദേഷ്യം അങ്ങ് പുറത്തെടുക്കാൻ. അവൻ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷമിച്ച് പോവാൻ. പക്ഷെ ഇനി അതവനക്ക് പറ്റില്ല. അവൻ അങ്ങ് ചൂടാവുന്നുണ്ട്. ഇവർ പൈസയും കൊടുക്കുന്നുണ്ട്. ഇനി പാർക്കിന്റെ ആവശ്യം മീഡിയയുടെ വാടപ്പിക്കലാണ്. അതിനുവേണ്ടി അവനൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഇവൻ നമ്മുടെ കാങ്ങിനെ അങ്ങ് പിടിച്ചു വെക്കാൻ. ശേഷം ജോങ്ങിനെ കുറിച്ചിട്ടുള്ള ഫുൾ റൂമേഴ്സും എന്തിന് ഈ ഒരു ലിസ്റ്റ് അടക്കം ഇവനാണ് പുറത്ത് വിട്ടത് എന്ന് അവൻ പ്രൂവ് ചെയ്യാൻ നിൽക്കുക. അതായത് എല്ലാം ഇവനാണ് ചെയ്തത് എന്ന് നമ്മുടെ മീഡിയയോട് ഒരു കള്ളം പറയാം. സോ നമ്മുടെ മീഡിയ ഇവന്റെ പിന്നാലെ പൊക്കോളും. പക്ഷെ ഇവന്റെ പിന്നാലെ പോയാലും ഒന്നും കിട്ടാത്ത വിധം ഇവൻ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാൻ. അതായത് നമ്മുടെ കാങ്ങിനെ അങ്ങ് കൊന്നുകളയാൻ. ശേഷം അതൊരു ആത്മഹത്യയാക്കി മാറ്റുന്നുണ്ട്. അതായത് എങ്ങനെയാണോ നമ്മളുടെ ജൈസങ്ങിന്റെ അച്ഛന്റെ മരണം ഒരു ആത്മഹത്യയാക്കി മാറ്റിയത് അതേപടി. എന്നാൽ ഇവിടെ നമ്മളുടെ കാങ് മരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, നിങ്ങളൊന്ന് കേൾക്ക്. ഇത് കേട്ടപാട് നമ്മുടെ പാർക്ക് അവനെ അങ്ങ് വെറുതെ വിടാൻ.
അവൻ ആ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. ഈ സമയത്താണ് നമ്മളുടെ അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവാൻ പോകുന്നത്. നമ്മളുടെ കാങ് പറയാണ്, എന്നോട് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത് ആ ചോയിയാണ്, ആ വയസ്സൻ, എന്നെ പറ്റിച്ച അതേ വയസ്സൻ. ജോങ്ങിനെ കുറിച്ചിട്ടുള്ള റൂമേഴ്സ് ഒക്കെ പരത്തി കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ പൈസ തരാന്ന് അയാൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ പിന്നീട് എന്താ നടന്നെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അവൻ എന്നെ പറ്റിച്ചു, നല്ല വൃത്തിക്ക് തന്നെ പറ്റിച്ചു. ഇതൊക്കെ കേട്ടപാട് നമ്മളുടെ പാർക്കാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു വയസ്സൻ, ഇവനെ പറ്റിച്ച ആ ഒരു വയസ്സൻ ചോയ് എന്ന ഒരു മനുഷ്യൻ നമ്മളുടെ ജൈസങ് ആണ്. അത് ഇവർക്കറിയാം, നമ്മുടെ പാർക്കിനറിയാം. പക്ഷെ കാങ്ങിന് അറിയില്ല അത്. സോ ഇതൊക്കെ നമ്മളുടെ ജൈസങ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫുൾ അവന്റെ പ്ലാനിങ്ങാ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ക്യാഷ് കൈമാറുന്നു, സർട്ടിഫിക്കറ്റ്സും വാങ്ങുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മുടെ സാമു പറയാണ്, നിങ്ങൾ തരാൻ പോകുന്ന ബാക്കി ക്യാഷ് അത് പോർട്ടിൽ വെച്ച് തന്നാൽ മതി. സോ ഇതിന്ന് ഇവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, ആ പോർട്ടിലോട്ട് എന്തായാലും നമ്മുടെ ജോങ് വരും. അപ്പൊ അവിടെ വെച്ച് ജോങ്ങിനെ കൊല്ലാനാണ് ജൈസങ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ജൈസങ് ഓക്കെ പറയുന്നു, വണ്ടി കയറുന്നു. പക്ഷെ ഈ സമയത്താണ് ജൈസങ് പ്രതീക്ഷിക്കാണ്ട് ആ ഒരു സംഭവം അവിടെ അങ്ങ് നടന്നത്. നമ്മളുടെ പാർക്ക് പറയാണ്, എനിക്കെല്ലാം മനസ്സിലായി, ഇനി നീ ഒന്നും ചെയ്യണ്ട. ഇതും പറഞ്ഞിട്ട് അവനെ അങ്ങ് കൊണ്ടുപോവാൻ. അത് മാത്രമല്ല നമ്മുടെ സാമിന്റെ കാറിന്റെ അടിയിലായിട്ട് ഇവരൊരു ട്രാക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഫോളോ ചെയ്തു പോകുന്നു. സാമിന്റെ വീട്ടിലോട്ട് എത്തുന്നു. അവിടെ എന്തായാലും നമ്മളുടെ ജോങ് ഉണ്ടാവും. സോ നമ്മളുടെ ജോങ്ങിനെ തീർക്കാൻ വേണ്ടി ആളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ പാർക്ക്. അത് മാത്രമല്ല അവന്റെ കയ്യിൽ ക്യാഷും കിട്ടി. ഇനി എനിക്ക് ഒന്നും പേടിക്കാനില്ല. ജോങ്ങും തീരാൻ പോകുന്നു, കയ്യിൽ ക്യാഷും കിട്ടി. പിന്നെ പറയണ്ടല്ലോ, അവൻ നമ്മുടെ ജൈസങ്ങിനിട്ട് പഞ്ഞിക്കിട്ടോണ്ടിരിക്കുക, കുറെ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ കള്ളന്മാർക്കാണെങ്കിലോ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ പാർക്കിന് ഒരു ഫോൺ കോൾ കിട്ടുന്നത്. നമ്മളുടെ ജോങ്ങും സാമും ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. ഇതറിഞ്ഞപാട് പാർക്ക് വേഗം ആ ഒരു വീട്ടിലോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അവിടെയാണെങ്കിലോ ജോങ്ങിന്റെ യാതൊരു അഡ്രസ്സും ഇല്ല. ഈ ഒരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ ജോങ് ഇവനെ അങ്ങ് ഫോൺ വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, അല്ല നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ, ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നിട്ട് നീ എനിക്കിട്ട് തന്നെ പണിഞ്ഞു. നീ ഒരു കാര്യം ഓർത്തോ, നിന്റെ മേലുദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ചതിന്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്, ഒരു ലിസ്റ്റ്. അത് ഞാനങ്ങ് റിലീസ് ചെയ്യും. ഇത് കേട്ടപാട് പാർക്ക് പറയാണ്, നീ എന്ത് തേങ്ങ വേണേലും കാണിക്ക്, എനിക്ക് വേണ്ടത് നിന്നെയാണ്, നിന്നെ ഞാൻ കൊന്നിരിക്കും. പക്ഷെ അവൻ അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ കോള് കോൺഫറൻസ് കോളായിരുന്നു. ജോങ് മാത്രമല്ല കോളിൽ ഉണ്ടായിരുന്നത്, മറ്റേ മേലുദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഇവന്മാരെല്ലാരും കൂടിയിട്ട് നമ്മുടെ പാർക്കിന്റെ തെറി വിളിച്ചുകൊണ്ടിരിക്കേ. ഈ സമയം നമ്മളുടെ പാർക്ക് പറയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, ആ ജോങ്ങിനെ ഞാൻ എന്തായാലും തീർക്കും. ഇതും പറഞ്ഞിട്ട് അവൻ നേരെ ചെല്ലുന്നത് നമ്മളുടെ ജൈസങ്ങിന്റെ അടുത്തോട്ടാ. ജൈസങ്, നീ എന്തായാലും മരിക്കും, ഞാൻ തന്നെ നിന്നെ കൊല്ലും. പക്ഷെ അതിനു മുമ്പ് നിന്റെ റിവെഞ്ച് എടുക്കാനുള്ള ഒരു അവസരം ഞാൻ നിനക്ക് തരാം. നിന്റെ അച്ഛനെ കൊന്ന ഒരു ജോങ്ങിനെ കൊല്ലാനുള്ള ഒരു അവസരം. നീ എങ്ങനെയും ആ ഒരു സാമിനെ വിളിച്ച് ആ പോർട്ടിലെത്തിക്കണം. അവിടെ വെച്ച് നമുക്ക് ബാക്കി അങ്ങ് ആലോചിക്കാം. ഈ റിവെഞ്ച് എന്ന് കേട്ടപാട് നമ്മളുടെ ജൈസങ് ഇതിനങ്ങ് ഇറങ്ങിത്തിരിക്കാൻ. കാരണം നമ്മളുടെ ജൈസങ്ങിനെ അറിയില്ല അവന്റെ അച്ഛനെ യഥാർത്ഥത്തിൽ കൊന്നിട്ടുള്ളത് ഇവനാണെന്നുള്ളത്, പാർക്കാണെന്നുള്ളത്. നമ്മളുടെ പാർക്കാണെങ്കിലോ ഇവനെ പറ്റിച്ചോണ്ടിരിക്കേ. പക്ഷേ നമ്മുടെ പാർക്ക് അറിയാത്തൊരു സംഭവം ഉണ്ട് ഇവിടെ. നമ്മളുടെ ജൈസങ് മറ്റേ കള്ളന്മാരുടെ അടുത്ത് ഒരു കഥ പറയുന്നുണ്ട്. നിങ്ങളുടെ ടീമിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തായ്ലൻഡിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ജോങ്ങിനെ കണ്ടെത്തിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവിടെ വെച്ച് ജോങ് എന്നോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ അച്ഛനെ കൊന്നത് പ്രോസിക്യൂട്ടർ പാർക്കാണെന്ന കാര്യം. സോ ഞാൻ പാർക്കിനെ ഫോളോ ചെയ്തു. ഇതുവരെയുള്ള ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഇനി എനിക്ക് പറ്റില്ല. കാരണം പാർക്കിന് മനസ്സിലായി ഞാൻ അവനെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇത് കേട്ടപാട് നമ്മളുടെ കള്ളന്മാര് ഇവന്റെ കൂടെ അങ്ങ് നിൽക്കുക. പിന്നെ അവരൊന്നും നോക്കിയില്ല, പ്ലാൻ അങ്ങ് ഓണാക്കുന്നുണ്ട്. ആദ്യം തന്നെ അലക്സ് പാർക്കിന്റെ മേലുദ്യോഗസ്ഥർക്ക് വിളിക്കുക. എന്നിട്ട് അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ അവർക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതിന്റെ ഒറിജിനൽ കോപ്പീസ് ഒക്കെ പാർക്കിന്റെ കയ്യിലുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ ഞാനത് കാണിച്ചു തരാം. ഇതേ സമയം നമ്മളുടെ പാർക്കാണെങ്കിലോ കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് മൊത്തം ക്യാഷ് ആക്കുന്ന ഒരു തിരക്കിലാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവർ പോർട്ടിലെത്തി. എന്നാൽ അവിടെ വെച്ച് നമ്മുടെ ജൈസങ്ങിന്റെ പ്ലാന് പിന്നെ പാളിപ്പോവാൻ. ഇവർ പുറത്തുവിടാൻ വേണ്ടി വെച്ച തെളിവുകളെല്ലാം നമ്മുടെ പാർക്കിന്റെ കയ്യിൽ എത്തിയിരിക്കുക. അതും നമ്മുടെ കിമ്മ വഴി. കിമ്മ ഇവിടെ ചതിച്ചിരിക്കുക. സോ ഇനി നമ്മുടെ ജൈസങ്ങിന്റെ കയ്യിൽ ഒന്നുമില്ല. സോ അവനെ കൊല്ലാൻ വേണ്ടി പറയണം നമ്മുടെ പാർക്ക്. അങ്ങനെ അവര് മരിച്ചിട്ടുണ്ട്. അതിന് ഈ സമയത്താണ് നമ്മുടെ പാർക്കിന് ഒരു ഫോൺ കോൾ വരുന്നത്. ഇവൻ ആരുടെ കയ്യിലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരാണ് വിളിക്കുന്നത്. അവർ വിളിച്ചിട്ട് പറയാണ്, ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഫേക്കാണ്. ഇത് കേട്ടപാട് നമ്മുടെ പാർക്കിൻ്റെ മൂഡ് കംപ്ലീറ്റ് പോകുന്നുണ്ട്. അവനാകെ ഇല്ലാണ്ടായിട്ട് നിൽക്കാൻ. അങ്ങനെ ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജോങ്ങും സാമും കൂടി അങ്ങ് വരുന്നത്. ഇവരകത്ത് കയറുന്നുണ്ട്. ഇവരകത്ത് കയറിയ പാടന്നെ അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. എന്ന് ഈ സമയത്ത് നമ്മളുടെ ജോങ് അവൻ്റെ തൊപ്പി ഇങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോഴാണ് ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നത്, അത് ജോങ് അല്ല, നമ്മളുടെ ജൈസങ് ആണ്. അവൻ ഈ ഒരു തൊപ്പി മാറ്റിയതിൻ്റെ ശേഷം ജോങ്ങിന്റെ അതേ സൗണ്ടിൽ അങ്ങ് സംസാരിക്കാൻ തുടങ്ങുക. സോ ഇത്രയും കാലം ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇവനോടാണ്, ജൈസങ്ങിനോടാണ്. എന്നാൽ നമ്മുടെ ജോങ്ങിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ പാർക്ക്. പക്ഷെ അതേ സമയത്തും അവൻ മേക്കപ്പിലായിരുന്നു. മേക്കപ്പിൽ ഇവൻ പണ്ടേ വീരനാണെന്നുള്ളത് നമ്മൾ ഒരിക്കൽ കണ്ടതാണ്. ആ ഒരു മേക്കപ്പ് വെച്ചിട്ട് ഇത്രയും നേരം ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇവൻ. പിന്നെ നമ്മുടെ പാർക്ക് ഒന്നും നോക്കിയില്ല, അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങ് ഗണ്ണെടുക്കുക. ഇന്ന് ഇതേ സമയം നമ്മുടെ പാർക്കിന്റെ തലക്കൊരുത്തൻ ഗണ്ണ് വെക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ കിമ്മാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ കിമ്മിന്റെയും സാമിന്റെയും സ്റ്റോറി കാണിക്കുന്നത്.
ഒരു സ്കാം കാരണം, അതായത് ജോങ് നടത്തിയ ഒരു സ്കാം കാരണം ഇവരുടെ ഫാമിലി ആത്മഹത്യ ചെയ്തു. അതിന്റെ പകയാണ് ഇവർക്ക്. സോ ഇവര് 3 പേരും കൂടി പണി തുടങ്ങി. ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കല്, അതുപോലെ തന്നെ മേക്കപ്പ്, പിന്നെ പോരാത്തിന് സൗണ്ട്, ഇതെല്ലാം ഇവര് പ്ലാൻ ചെയ്തതാണ്. അതായത് എങ്ങനെയാണോ ജോങ്ങിന്റെ രൂപം അതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ പാർക്കും മേലുദ്യോഗസ്ഥരും നടത്തിയിട്ടുള്ള എല്ലാ മീറ്റിംഗ്സിന്റെയും തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട്. എല്ലായിടത്തും ഇവരുടെ ക്യാമറയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവന്മാരുടെ പ്ലാനിങ് ആയിരുന്നു ഇത് മൊത്തം. ഇതൊക്കെ കേട്ടിട്ട് ഇവനാണെങ്കിലോ പാർക്കിനാണെങ്കിലോ കിളി പറന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടൈമിലാണ് നമ്മുടെ അലക്സ് വിളിച്ച പ്രകാരം അവിടേക്ക് ഇവന്റെ മേലുദ്യോഗസ്ഥർ വരുന്നത്. സോ ഇവരും ഇതേ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇവന്മാർ ഇതൊക്കെ ലൈവായി പൊക്കോണ്ടിരിക്കുക. ഫുള്ള് ക്യാമറയാണ് ഇവിടെ ചുറ്റും. ഇത് നമ്മുടെ പാർക്കിന് അറിയില്ല. അങ്ങനെ പോലീസ് വരുന്നു, ഇവരെ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഒരുത്തം കൂടി ഇവിടെ ബാക്കിയുണ്ട്, ജോങ്. യഥാർത്ഥ ജോങ് അവനെവിടെ? അവനോടുള്ള പ്രതികാരം കാണണ്ടേ? അങ്ങനെ അതിനുവേണ്ടി ഇവർ ഇറങ്ങി തിരിച്ചു. അതിനുള്ള ഫണ്ടും ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ ഫണ്ട് വേറെ എവിടുന്നല്ല, നമ്മുടെ പാർക്ക് ഒരു 30 ബില്യൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 30 മില്യൺ വെച്ചാ ഇനി ഇവർ കളിക്കാൻ പോകുന്നത്. സോ മിഷൻ ജോങ്. പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. ആ ഒരു ജോങ്ങിന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇനി അടുത്ത സിനിമയിൽ നമുക്ക് കാണാം. അത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വന്നാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം അമ്മാതിരി ട്വിസ്റ്റ് ആയിരുന്നു ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.